യുഎഇക്ക് നേരെ ഇന്നും ഇറാൻ ആക്രമണം. രാജ്യത്തിന് നേരെ വന്ന മിസൈലുകളും ഡ്രോണുകളും വിജയകരമായി തടഞ്ഞതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. അവശിഷ്ടങ്ങൾ വീണ് ഇന്ന് അബുദാബിയിലെ അബ്ഷാൻ ഗ്യാസ് പ്ലാന്റിൽ തീപിടുത്തമുണ്ടായി. ആർക്കും പരിക്കില്ല. പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു. താമസക്കാർ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും മന്ത്രാലയം ആവശ്യപ്പെട്ടു. തടഞ്ഞു നിർത്തപ്പെട്ട വസ്തുക്കളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളെ സമീപിക്കുകയോ സ്പർശിക്കുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്തതെന്നും സാഹചര്യം കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംഘങ്ങളെ അനുവദിക്കണമെന്നും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതത് രാജ്യങ്ങളിലെ ഔദ്യോഗിക ഏജൻസികൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ആവേശമില്ല, ഊഹാപോഹങ്ങളില്ല, തികച്ചും ആധികാരികമായ വാർത്തകൾ മാത്രം. ദുബായിലെ ക്രിസ്ത്യൻ പള്ളികളും ഗുരുദ്വാരയും ഹിന്ദു ക്ഷേത്രവും താൽക്കാലികമായി അടച്ചു. ദുബായ് അധികൃതരുടെ സുരക്ഷാ നിർദ്ദേശത്തെ തുടർന്നാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ ഇവ താൽക്കാലികമായി അടച്ചത്. പള്ളികളിലെ പ്രാർത്ഥന ഓൺലൈനായി നിർവഹിക്കാനാണ് തീരുമാനം. യുദ്ധം 35-ാം ദിവസം ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാൻ US സൈന്യം തുടങ്ങിയിട്ട് പോലുമില്ലെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. US ആക്രമണത്തിൽ ഇറാനിലെ ഏറ്റവും വലിയ പാലം തകർത്തതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള മാരകമായ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. അതേസമയം ഇറാൻ വിജയം പ്രഖ്യാപിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് ഇറാന്റെ മുൻ വിദേശകാര്യമന്ത്രി ജവദ് സരീഫ് ആവശ്യപ്പെട്ടു. ഇറാന് സ്വീകാര്യമായ വ്യവസ്ഥകളിൽ ട്രംപുമായി ഒരു ഒത്തുതീർപ്പ് തേടാൻ എങ്ങനെ കഴിയുമെന്നതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാനിയൻ ആക്രമണം കുവൈത്തിലെ വൈദ്യുതി ജലശുദ്ധീകരണ പ്ലാന്റ് തകർന്നു. പ്ലാന്റിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി കുവൈത്ത് വൈദ്യുതി ജലമന്ത്രാലയം അറിയിച്ചു. ലോകത്തെ പ്രധാന എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിലൊന്നായ മിന അൽ ഹമദിലെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം ആഗോള എണ്ണ വിപണിയിൽ സാരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സൂചന. UAEയിൽ ഇന്നും നാളെയും നേരിയ മഴയ്ക്ക് സാധ്യത. ആകാശം മേഘാവൃതമായിരിക്കും. ഞായറാഴ്ചയോടെ താപനില നേരിയ തോതിൽ ഉയരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. സൗദി അറേബ്യയ്ക്ക് നേരെ ഇന്നും കനത്ത മിസൈൽ ആക്രമണം. ഇന്ന് പുലർച്ചെ ഇറാന്റെ 14 ഡ്രോണുകൾ സൗദി സുരക്ഷാ സേന തടഞ്ഞതായി സൗദി അറേബ്യൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് ജനറൽ തുർക്കി അൽ മാലിക്കി അറിയിച്ചു. അതേസമയം ഡ്രോണുകൾ എവിടെ നിന്നാണ് തടഞ്ഞതെന്നോ അവ എവിടെ നിന്നാണ് വരുന്നതെന്നോ തുർക്കി അൽ മാലിക്കി വ്യക്തമാക്കിയിട്ടില്ല. പിടിച്ചാൽ കിട്ടാതെ വിമാന ടിക്കറ്റ് നിരക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെയാണ് വർദ്ധിപ്പിച്ചത്. മേഖലയിലെ സംഘർഷവും ഇന്ധനവില വർദ്ധിച്ചതുമാണ് ടിക്കറ്റ് നിരക്ക് ഉയരാൻ കാരണമെന്നാണ് എയർലൈൻ വൃത്തങ്ങളുടെ വിശദീകരണം. എന്നാൽ അവസരം മുതലെടുത്ത് വിമാന കമ്പനികൾ നടത്തുന്ന ചൂഷണമാണിതെന്നാണ് മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് KM ബഷീർ ആരോപിക്കുന്നത്. സാധാരണ ഷെഡ്യൂൾ ഫ്ലൈറ്റുകൾക്ക് വേണ്ടി ടിക്കറ്റ് വിൽക്കുന്നു, ഓൺലൈനിൽ ആർക്കും ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ടിക്കറ്റ് എടുത്തവർ എയർപോർട്ടിൽ വിമാനം കയറാൻ പോകുമ്പോഴാണ് അറിയുന്നത് ഈ വിമാനം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അതേ വിമാനം തന്നെ കരിഞ്ചന്തയിൽ 1.5 ലക്ഷത്തിനും 1.25 ലക്ഷത്തിനും ടിക്കറ്റ് വിറ്റുകൊണ്ട് മറ്റൊരു ടൈമിൽ 24 മണിക്കൂർ സമയം മാറ്റി അതേ സെക്ടറിലേക്ക്, കോഴിക്കോടാണെങ്കിലും നെടുമ്പാശ്ശേരിക്കാണെങ്കിലും തിരുവനന്തപുരത്തേക്കാണെങ്കിലും കൊച്ചിയിലേക്കാണെങ്കിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കാണെങ്കിലും ഷെഡ്യൂൾ ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രത്യേക സാഹചര്യം ചൂഷണം ചെയ്യുന്ന ഇന്ത്യൻ വിമാന കമ്പനികളുടെ കൊള്ളയ്ക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മൗനം അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് ഈ മാസം 10 വൈകുന്നേരം 4:30 കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തുമെന്നും KM ബഷീർ അറിയിച്ചു. ഒമാനിൽ എറണാകുളം സ്വദേശി അന്തരിച്ചു. കാക്കനാട് ചിറ്റേത്തുകര മണലോടി വീട്ടിൽ അബ്ദുൽ അസീസാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. 37 വയസ്സായിരുന്നു. ഒമാനിലെ ഗാലയിൽ ട്രക്ക് സ്പെയർ പാർട്ട് ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 3ാമത് മാഫിൽ ഇന്റർനാഷണൽ ദുബായിയുടെ ചെറുകഥാ മത്സരത്തിലേക്ക് കഥകൾ ക്ഷണിച്ചു. കഥകൾ അയക്കേണ്ട അവസാന തീയതി വരുന്ന മെയ് 31. ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത കഥകൾ 7 പേജിൽ കവിയരുത്. കൂടുതൽ വിവരങ്ങൾക്ക് 0554403 693 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.